नमस्कार। जय श्री राम। അതാണ് അയോധ്യയിൽ നിന്ന് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. ഈ ശ്രീരാമ നാമജപങ്ങൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിശ്വാസികൾ പുറത്ത് ഇത്രമേൽ ഒഴുകിയെത്തുമ്പോൾ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പ്രത്യേകതകൾ ഏറെയാണ്. ഒരുപക്ഷെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പഴക്കമുള്ള നമ്മുടെ രാജ്യത്തെ നിരവധിയായ നിർമ്മിതികൾ അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നാൽ ഇപ്പോൾ നിർമ്മിതികൾ നടക്കുന്നത്. അങ്ങനെയുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല പണ്ട് നിർമ്മിതിക്കായി ഉപയോഗിച്ചിരുന്നത്. തച്ചുശാസ്ത്രം പോലെയുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. അളവുകോലുകൾ വ്യത്യസ്തമായിരുന്നു. ബഹുനില മന്ദിരങ്ങൾ ആണ് അന്ന് നിർമ്മിച്ചിരുന്നത്. അതിന് സിമന്റോ കല്ലോ സിമന്റോ അല്ലെങ്കിൽ കോൺക്രീറ്റിന് വേണ്ട ഇരുമ്പ് കമ്പിയോ ഒന്നും ഉപയോഗിക്കാതെയുള്ള നിരവധിയായ നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. പല ക്ഷേത്രങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒക്കെ അങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തച്ചുശാസ്ത്രം വിധിപ്രകാരമാണ് ഇത് പലതും നിർമ്മിക്കുക എന്നാണ്. ഒരുപക്ഷെ ഭൂമിയിൽ ഒരു നിർമ്മിതി നടത്തുമ്പോൾ ഭൂമിയോട് അനുവാദം ചോദിക്കുന്ന ഒരു പാരമ്പര്യം ഹൈന്ദവ വിശ്വാസത്തിലുണ്ട്. ഒരു മരം മുറിക്കേണ്ടി വന്നാൽ ആ മരത്തോട് ക്ഷമാപണം നടത്തുകയും ആ മരത്തേനോട് അനുവാദം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന അത് ഒരുപക്ഷെ പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനോട് വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെയാണ് ഈ ക്ഷേത്ര നിർമ്മിതികൾ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അയോധ്യയിൽ പുതിയ ക്ഷേത്ര നിർമ്മിതി നടക്കുമ്പോൾ അത് ഭൂകമ്പത്തെ അതിജീവിക്കുന്ന നിർമ്മാണമാണ് അയോധ്യയിൽ നടത്തിയിട്ടുള്ളത്. ആയിസായി പറയുന്നത് ഏതാണ്ട് 2500ഓളം വർഷം ആണ്. 70 ഏക്കറിൽ ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് അയോധ്യ ക്ഷേത്രം ഒരുങ്ങുന്നത്. 70 ഏക്കറിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം. 350 അടി നീളത്തിലും 250 അടി വീതിയിലും 161 അടി ഉയരത്തിലുമാണ് നിർമ്മാണം. ഇന്ത്യൻ നാഗരിക ശൈലിയിലാണ് നിർമ്മാണം. 3 നിലകൾ, 392 തൂണുകൾ, 44 വാതിലുകൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സ്വന്തമായി പവർ സ്റ്റേഷൻ, ഫയർ സർവീസ്, 200 മിന്നൽ രക്ഷാചാലകങ്ങൾ, മ്യൂസിയം, തീർത്ഥാടകർക്കായി ആശുപത്രി, അങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്നും 60 മില്യൺ വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ട്. ക്ഷേത്രമണിക്ക് 2100 കിലോഗ്രാമാണ് ഭാരം. ശബ്ദം 15 കിലോമീറ്റർ അകലെ വരെ കേൾക്കാം. കൂടാതെ 2000 അടി താഴെയായി ക്ഷേത്ര ചരിത്രം എഴുതിയ ചെമ്പ് തകിടും കുഴിച്ചിട്ടുണ്ട്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചരിത്രം മനസ്സിലാക്കും വിധം. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. ഈ നിലയിൽ